മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. എത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു ഗാനമാണ്. വയലാർ സാറാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലും ഇന്ത്യയിലും ഇതൊക്കെ സംഭവിക്കുമെന്ന് ഒരു മുൻവിധിയോടുകൂടി അദ്ദേഹം എഴുതി. ആരാണ് ഈ വയലാർ രാമവർമ്മ? അപ്പോൾ ദൈവതുല്യൻ, ദൈവത്തിന് തുല്യൻ. നമുക്ക് തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി എന്നോടൊപ്പം മത്സരിക്കാൻ എത്തുന്നത് വേണു നരിയാപുരം, മിമിക്രിയുടെ പര്യായം. സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു വേണു നരിയാപുരം. വേണു, എന്തുകൊണ്ട്? സുഖമായിരിക്കും. പ്രോഗ്രാംസ് ഒക്കെ വളരെ അല്ലേ? നമ്മുടെ എല്ലാം പോയി, എല്ലാം ചീറ്റി. അത് വരും, തിരികെ വരണമല്ലോ. എന്തായാലും പറയാം നേടാം എന്ന ബിഗ് ഗെയിം ഷോയിലോട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം. നമുക്കപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, പറയാനുണ്ട്. ഒരുപാട് അല്ലേ? അപ്പോൾ വേണു, യെസ്, നേരത്തെ പറഞ്ഞു പ്രോഗ്രാം ഒന്നും ഇല്ലാന്ന്. ആർക്കും ഇല്ല. ഇങ്ങനൊരു അവസ്ഥ നമുക്കുണ്ടാകുന്ന ആരും പ്രതീക്ഷിച്ചില്ല. എസ്പെഷ്യലി ഈ ഗാനമേളയിലുള്ള ആർട്ടിസ്റ്റുണ്ടല്ലോ, കീബോർഡ്, തബല, അവരൊക്കെ വല്ലാണ്ട് കഷ്ടപ്പെടുകയാണ്. തീർച്ചയായിട്ടും. ഞാനൊക്കെ ആണെങ്കിലും വല്ലപ്പോഴും എന്തെങ്കിലും ഡബ്ബിംഗ് എങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് ആ ജോലി അറിയാൻ മേലാത്ത ഒരുപാട് ആർട്ടിസ്റ്റുണ്ട്. അവർക്ക് ദയനീയമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും പറയാം നേടാം. ഇതിനകത്ത് 3 സെഗ്മെന്റ് ആണ്. ഒന്ന് കേറി പാടാ മക്കളെ, സവാരി ഗിരിഗിരി, പിന്നെ രാജമാണിക്യം. അപ്പോൾ 3നും ജയിക്കണം. കൂട്ടത്തിൽ തീർച്ചയായിട്ടും വേണു വരുമ്പോഴത്തേക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ചില മാനറിസംസ്, ഓരോരുത്തരെ അനുകരിക്കുന്നത്, പിന്നെ വേറെന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതും. വേറെന്തെങ്കിലും അല്ല, എനിക്ക് പറഞ്ഞൂടാ. കാരണം ഒരു കലാകാരനാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും, നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോഴ് ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ എനിക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടിപ്പോവും. നീ കൊള്ളാമല്ലോ, നിനക്ക് ഇതും അറിയാമായിരുന്നു എന്നൊക്കെ ഉള്ളൊരു ഇത് വരും. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ സെഗ്മെന്റ് തുടങ്ങാം. ഓക്കെ, കേറി വാടാ മക്കളെ. അപ്പം കേറി വാടാ മക്കളയിൽ 5 ചോദ്യമാണ്. ഓരോ ചോദ്യത്തിനും 2000 രൂപ. പക്ഷേ കൂട്ടോ ഇന്നൊന്ന് കൂട്ടിയെടുക്കാൻ പറ്റുമോ? ഇന്നോ? ഞാൻ നോക്കട്ടെ, ഇത് കഴിയുമ്പോ പറയാം. 2000 4000 ഒക്കെ ഗംഭീരമായിരുന്നു. 2 ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ 4000. അങ്ങനെ 10 ഉത്തരം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 രൂപ കിട്ടും. അപ്പൊ വേണു, ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ ഒരു സിനിമയിൽ നിന്നാണ്. അതെയോ? മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന സിനിമയിൽ നിന്നാണ് എല്ലാ ചോദ്യവും. കണ്ടില്ലേ? ഇന്നസെന്റ്, മുകേഷ്, വാണി. ഇന്നസെന്റിനെ കാണിക്കാറുണ്ടോ? പിന്നെ ആണോ? അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ അത് വെച്ച് തന്നെ തുടങ്ങാം. എന്റെ കർത്താവേ, ആരായത്? രാജപ്പോ രാഘവോ? പെയിന്റ് അടിക്കാൻ വന്നു, പെയിന്റ് അടിച്ചിട്ട് പോയാ മതി. എന്റെ മിക്കിട്ടിങ്ങാനും കേറാൻ വന്നതേ ഞാൻ വിട്ടിങ്ങനെ. അപ്പം തുടക്കം ഗംഭീരമായി. താങ്ക് യു. കേറി പാടാ മക്കളയിൽ ആദ്യത്തെ ചോദ്യം ഇതാ. കലാസ്നേഹികളെ, അടുത്ത ഒരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന മത്തായിച്ചൻ എത്ര മണിക്കാണ് ഈ സംഭാഷണം പറയുന്നത്? എ 6 മണി, ബി 7 മണി, സി 8 മണി. ഈ ജോലിയും കൂലി ഇല്ലാത്ത ആൾക്കാരൊക്കെ ഈ രാവിലെ 7 മണിക്ക് 6 മണിക്കും 7 മണിക്കൊന്നും എഴുന്നേക്കാൻ സാധ്യത കുറവാണ്. ആ കഥാപാത്രം അങ്ങനെയാണല്ലോ. 8 മണി. 8 മണി. വേണുവിന്റെ 8 മണി ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് മറ്റ് വിശേഷങ്ങൾ? അതായത് എന്തെങ്കിലും ഈ ലോക്ക്ഡൗൺ സമയത്ത്, ഇത് നമുക്ക് പരിപാടിയൊന്നും ഇല്ല, എന്നാലും വേറെ എന്തെങ്കിലുമൊക്കെ? ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ കുറേ സംഘടനകൾക്ക്, ഒരുപാട് കലാകാരന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട്
ഫേസ്ബുക്ക് ലൈവ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 100-100എങ്കിലും. പക്ഷെ അതിനകത്ത് യാതൊരു പ്രയോജനമില്ല നമുക്ക്. പക്ഷെ കുറെ പേർക്ക് എന്റർടൈൻമെന്റ് വേണ്ടായിട്ട് കുറെ ചെയ്തു കൊടുത്തു. പിന്നെ ഞാൻ ഈ ലോക്ക്ഡൗൺ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ദിവസവും പൊതി ചോറ് കെട്ടി ഈ റോഡ് സൈഡിലുള്ള, അതായത് ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസുകാർ, അങ്ങനെയുള്ള ഹെൽത്തിൻ്റെ ആൾക്കാർ, അവർക്കൊക്കെ ഒരുപാട് ഭക്ഷണം കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു. ഈ ലോക്ക്ഡൗൺ സമയത്ത് അതൊക്കെ നടന്നിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കെങ്ങും വേറെ പോകാൻ പറ്റില്ല. അത്രയൊക്കെ ചെയ്തു. ഓക്കെ. അപ്പം 8 മണിയാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണോ? 8 മണി തെറ്റാണ് എന്ന് ഞാൻ പറയില്ല. കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്, യു വൺ 2000 rupees ഇപ്പൊ തന്നെ അക്കൗണ്ടിൽ എത്തിച്ചു. താങ്ക് യു. അതാണല്ലോ ഇതിന്റെ ഒരു അത് തിരിച്ചും പറയും. അതാണല്ലോ ഇതിന്റെ ഒരു അതിന്റെ ഒരു ഇതിപ്പോ ഏതാന്നൊരു പിടിയും കിട്ടാത്ത അവസ്ഥ. എന്നാ നമുക്കൊരു ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റിനെ ഒന്ന്. എനിക്ക് എല്ലാ ആർട്ടിസ്റ്റും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിട്ടുള്ള മനുഷ്യനാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇലയൻ ചേട്ടൻ. പിന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹത്തിന്റെ ഒരു പടത്തിലെ ഇന്ത്യൻ റുപ്പി, അതിൽ ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങൾ ചോദിച്ചില്ലേ ഞാൻ ആരാന്ന്? ഒരു വഴിപോക്കൻ. വിശന്നു വലഞ്ഞു വന്ന് എനിക്ക് ഒരു നേരത്തെ ആഹാരം അറിഞ്ഞു വിളമ്പി തരാൻ ഈ കുട്ടിയാണിച്ച സന്മനസ്സുണ്ടല്ലോ. ആടു തനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ശ്രീധരം കൊണ്ടുപോവാ. അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ച് ജീവിതം എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. തൽക്കാലം ഈ കൊടുത്തൻ പടിയിറങ്ങ മക്കളെ. അല്ല തിലകൻ ചേട്ടാ, മുണ്ടക്കയത്തല്ലേ വീട്? ആ മുണ്ടക്കയത്തെ വീട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവള് മാറ്റണോ? അല്ല കുഴപ്പമൊന്നുമില്ല, കുറെ കുഴപ്പങ്ങൾ അവിടെ കാണിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഞാൻ തിരുവനന്തപുരത്ത് വന്ന് കുഴപ്പങ്ങൾ കാണിച്ചത്. അല്ല തിരുവനന്തപുരത്ത് എവിടെ ഇപ്പൊ താമസം? തിരുവനന്തപുരത്ത് ഇപ്പം ഞാൻ എങ്ങും താമസിക്കുന്നില്ലല്ലോ. എനിക്ക് എൻ്റെതായ ഒരു സ്വകാര്യ സ്ഥലമുണ്ട്, അവിടെ താമസിക്കുന്നു. ഓ ശരി. അല്ല തിലകൻ ചേട്ടൻ എന്തിനാണ് ഈ അമ്മയിലൊക്കെ വഴക്കിടാൻ പോകുന്നത്? ഞാനൊരു അമ്മയോട്ട് വഴക്കുണ്ടാക്കിയിട്ടില്ല. എനിക്കൊരു ഒറ്റ അമ്മയുള്ളൂ. ആ അമ്മയോട്ട് ഞാൻ സന്തോഷത്തിലേ കഴിഞ്ഞിട്ടുള്ളൂ. ശരി. അപ്പൊ ഇപ്പം സുഖമാണ്, എല്ലാം ഒരുപാട് സുഖം, പരമസുഖം, പരമാനന്ദം. അപ്പൊ ഈ സിനിമയിലൊക്കെ പോകുമ്പോഴത്തേക്ക് റെമ്യൂണറേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ? കിട്ടിയില്ലേ വാങ്ങിക്കുമല്ലോ. എങ്ങനെ വാങ്ങിക്കും? ചോദിച്ചു വാങ്ങിക്കും, അല്ലെ പിടിച്ചു ചേർത്ത് വാങ്ങിക്കും. അതാ എന്റെ ശീലം.